നാടും നഗരവും ഓണാഘോഷത്തിലാണ്. കേരളത്തിൽ എവിടെയാണ് ആദ്യം ഓണം എത്തുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കോട്ടയംകാർ പറയും അത് മലരിക്കലാണെന്ന്. മലരിക്കലിലെ പ്രകൃതി ഒരുക്കിയ മനോഹരമായ പൂക്കളം കാണാം. വാ പോവാം. കോട്ടയത്ത് നിന്ന് ഇല്ലിക്കൽ കവലയിലെത്തി തിരുവാർപ്പ് റോഡിലൂടെ ഇടത്തോട്ട് തിരിഞ്ഞാൽ കാഞ്ഞിരം ബോട്ടുചെട്ടി റോഡാണ്. ആ റോഡിലൂടെ കാഞ്ഞിരം പാലം കയറിയിറങ്ങുന്ന സ്ഥലമാണ് മലരിക്കൽ. കുമരകത്ത് നിന്ന് 9 കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് 7.5 കിലോമീറ്ററും സഞ്ചരിച്ചാൽ മലരിക്കലിലെത്താം. ഇതാണ് മലരിക്കൽ ആമ്പൽ വസന്തം. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. വന്ന് കണ്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ മലരിക്കലിലെ ആമ്പൽ വസന്തം എന്ന് പറയുന്നത്. കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന, നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തപ്പുറത്തൊക്കെ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത് പിങ്ക് കളറിൽ ഇങ്ങനെ മനോഹരിയായി നിൽക്കുന്ന ഒരു പാടശേഖരമാണ്. തീർച്ചയായിട്ടും മലരിക്കലുകാർ നേരത്തെ തന്നെ പൂക്കൾ ഇട്ടു തുടങ്ങി. ആ പൂക്കളുടെ ഒരു പൂർത്തീകരണത്തിന്റെ സമയങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അതിലൊരു തിരുത്ത് ഞാൻ പറയട്ടെ. ഈ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങി എന്നുള്ളത് മാറ്റി നമുക്ക് മലരിക്കൽ ഒരുങ്ങി എന്നാക്കിയാലോ? ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വീട്ടുമുറ്റത്ത് ഒതുങ്ങുന്നതല്ല മലരിക്കൽക്കാരുടെ ഓണം. നാടിന് വേണ്ടി നമ്മൾ 2 പാടശേഖരങ്ങളിൽ വലിയ ഒരു കളം ഇട്ട് വെച്ചിരിക്കുക. അത് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് ഞങ്ങളല്ല ഇട്ടിരിക്കുന്നത്. സൃഷ്ടിയുടെ വലിയ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. വലിയ അതിവിശാലമായി ഇത് ഗിന്നസ് ബുക്കിൽ കയറേണ്ട ഒരു പൂക്കളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഗിന്നസ് ബുക്കിൽ കയറേണ്ട പാടാണ്. ഏറ്റവും വലിയ സംഭവങ്ങളാണല്ലോ ഗിന്നസ് ബുക്കിൽ കയറുന്നത്. ഇതിന് മുകളിൽ എവിടെയാണ് ഒരു പൂക്കളമുള്ളത്? ഇതിന് മുകളിൽ വേറെ ഒന്ന് വെക്കാനുണ്ടെങ്കിൽ വെക്കട എന്നാണ് മുരളീചേട്ടൻ പറയുന്നത്. അത് തന്നെയല്ല, ഇവിടെ വരുന്നവരുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു സൗന്ദര്യ മത്സരം കൂടെ ഇവിടെ നടക്കുന്നത്. പൂക്കളൊക്കെയാണോ ഭംഗി, അതോ ഇവിടെ ശരിക്കും മേക്കപ്പ് ചെയ്ത് വരിക പെണ്ണുങ്ങളെല്ലാം നല്ല സെറ്റുമൊക്കെ കൊടുത്തു. പക്ഷേ പൂവും പിടിച്ചിട്ട് ആർക്കാ സൗന്ദര്യം എന്നുള്ളതാണ് നോക്കുന്നത്. തോറ്റുപോവുകയാണ്. ഈ പൂക്കളുടെ നിറങ്ങൾക്ക് മുമ്പേ തോറ്റുപോവുകയാണ് നിങ്ങളെല്ലാം. വിജയിക്കാൻ ശ്രമിക്കണം പരമാവധി. വിനിഷയെക്കാട്ടിലും നല്ലത് പൂവാണെന്നാണോ? രണ്ടും അതിൻ്റെതായ ഭംഗിയല്ലേ? നിറങ്ങളാണോ ഭംഗി? ഇപ്പം വെളുപ്പനാണോ ഭംഗി എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തുണ്ടല്ലോ. ഓരോ നിറങ്ങളും വെളുപ്പ് പാടും. പിച്ചകപ്പൂവിനും തൂവണ്ണീലാവിനും മെച്ചമേറും പ്രഭ നൽകും വെളുപ്പു ഞാൻ. അപ്പോൾ കറുപ്പ് പറയുന്നത് എങ്ങനെയാ? കാക്കാതൻ തൂവലിൽ കൂരിരുൾ ചാർത്തിയിലും നീക്കമില്ലാതഴകേറ്റും കറുപ്പു ഞാൻ. ഘോരസിംഹത്തിൻ്റെ കുഞ്ചിരോമത്തിനും ചാരുത ചേർക്കുന്നു ഞാൻ തവിട്ടിൻ നിറം. പക്ഷേ കവി പറയുന്നത് എങ്ങനെയാണ്? അതെല്ലാം കൂടെ വരുമ്പോൾ നിങ്ങളെല്ലാവരും വേണ്ട പോലൊന്നിച്ചു ഭംഗി വളർത്തുന്നു പാരിനും വാനിനും. അതെ, എല്ലാ നിറങ്ങളും ഒരുമിച്ചുണ്ടാകുമ്പോഴാണല്ലോ പ്രകൃതി ഭംഗി കൊടുക്കുന്നതാണ്. തിരുവാർപ്പ് പഞ്ചായത്തിലെ 1800 ഏക്കറുള്ള ജെ ബ്ലോക്ക് 9000, 950 ഏക്കറുള്ള തിരുവായിക്കരി എന്നീ പാടശേഖരങ്ങളിലാണ് ആമ്പലുകൾ വിരിയുന്നത്. എല്ലാ വർഷവും കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് വെള്ളം കയറ്റുമ്പോഴാണ് ആമ്പൽ കിളിർത്തു തുടങ്ങുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കൾ വിരിയുക. ഒക്ടോബർ പകുതി മുതൽ മാർച്ച് മാസം വരെ നെൽകൃഷിയായിരിക്കും. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം പുലരുന്നതോടെ മലരിക്കലിൽ ആമ്പൽ മുട്ടുകൾ വിരിഞ്ഞു തുടങ്ങും. കൂടുതലും പിങ്ക് നിറത്തിലുള്ള പൂക്കൾ. ഓണം കയറാൻ മൂല എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇപ്പം ഓണം ആദ്യം കയറുന്ന മൂല അത് മലരിക്കലാണല്ലേ? അത് മാത്രമല്ല, ഓണം ആദ്യം കയറുന്നത് മാത്രമല്ല, ഇതൊരു 4 മാസത്തേക്ക് ഓണം മാറാമൂലയാണ്. ഓണം എല്ലാ ദിവസവും ഓണമാണ്. കാരണം നിങ്ങൾ ഈ ഗ്രാമീണ ജനതയുടെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ പൂക്കൾ വരുത്തിയിരിക്കുന്ന മാറ്റം, അവരുടെ വരുമാനത്തിൻ്റെ വ്യാപ്തി, അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയിൽ നിന്ന് ആ വരുമാനത്തിൻ്റെ വ്യാപ്തി നമുക്ക് കളന്ന് എടുക്കാൻ പറ്റും. ഇത് പ്രളയകാലത്ത് ഈ പാടശേഖരങ്ങളിലേക്ക് ഒത്തിരി
എക്കൽ കയറുകയും ധാരാളം ഫലഭൂയിഷ്ഠമായ മണ്ണ് വന്നിട്ട് ഈ ആമ്പൽ പൂക്കൾ ധാരാളമായിട്ട് വിരിയാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് നമ്മുടെ അനിൽകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ മീനച്ചിലാർ, മീനന്തരയാർ, കൊടുവിലാർ പുനർസംയോജന പദ്ധതി രൂപീകരിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കണമെന്നും ആവശ്യപ്പെട്ട് അതനുസരിച്ച് ഞങ്ങളിവിടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഒരു ടൂറിസം കമ്മിറ്റി ഫോം ചെയ്ത് ടൂറിസം സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് 2018 മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി ആയിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ ലോകമെമ്പാടും ഈ ഒരു ആശയം എത്തിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും വളരെ ഭംഗിയായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഗ്രാമീണ ജന അനുഭവിക്കുന്നത്. പ്രകൃതി ആവോളം സൗന്ദര്യം വാരി വിതറിയിരിക്കുന്ന മലരിക്കൽ എന്ന നാട് ഇന്ന് സഞ്ചാരികൾക്കിടയിൽ ഹിറ്റായിരിക്കുന്നത് ആമ്പൽപ്പാടത്തിന്റെ ക്രെഡിറ്റിലാണ്. ഒന്നുമില്ലായ്മയുടെ വറുതിക്കാലം മലരിക്കലിനുമുണ്ടായിരുന്നു. ഇപ്പോഴിവിടം നാട്ടുകാർക്ക് ചെറുതല്ലാത്ത വരുമാന മാർഗം കൂടിയാണ്. ഈ പ്രദേശത്തിൻ്റെ മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറയാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളാണ് ഈ ആശാൻ. ഗോപിയാശാനാണ് ആദ്യമായിട്ട് ടൂറിസ്റ്റുകൾക്ക്, സഞ്ചാരികൾക്ക് വേണ്ടി വള്ളമിറക്കിയത്. മലരിക്കൽ ആമ്പൽ വസന്തത്തിൻ്റെ കാഴ്ച പുറം ലോകത്തെ അറിയിച്ച ആദ്യ ആള് ഗോപിയാശാൻ തന്നെ പറയാം. ആശാനെ, ഇത്തരത്തിൽ വള്ളമിറക്കുന്ന സമയത്തെ അങ്ങനെ തോന്നിയിരുന്നു ഒരു മാറ്റം ഉണ്ടാകും, മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്കാണ് വള്ളം ഇറക്കുന്നതെന്ന് തോന്നിയിരുന്നു അന്ന്? അന്ന് എനിക്ക് ഈ ഒരു വള്ളം ഇറക്കുമ്പോഴേ ഇത്രയും വലിയൊരു സംഭവമാകുന്നുള്ളൊരു കാഴ്ചപ്പാടില്ലായിരുന്നു. അന്ന് അനിൽകുമാർ സാറ് നമ്മളൊരു യോഗം മുരളി ഷാജി സാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു യോഗം 2018 ഞങ്ങളൊരു യോഗം കൂടുമ്പം പുള്ളി എന്ന് പറഞ്ഞ് 4 വള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഇവിടെയെല്ലാം തിരക്കിയിട്ട് ആകെ ഒരു ഒറ്റ വള്ളം കിട്ടിയുള്ളൂ. അന്ന് ആ ഒരു വള്ളത്തിലാണ് അന്നത്തെ ആ ഒരു വള്ളത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 200 ചില്ലുവാനും വള്ളങ്ങൾ. ഇപ്പോൾ ഈ തിരുവായ്ക്കരി 850 ഏക്കറിനകത്ത് 100 വള്ളത്തോളം കിടപ്പുണ്ട്. അപ്പുറം ജെ ബ്ലോക്ക് 9000 പാടശേഖരത്ത് 1850 ഏക്കർ, ഒരു 100-120 വള്ളം അവിടെയുണ്ട്. അങ്ങനെ 200 ചില്ലുവാനും വള്ളങ്ങൾ ഇപ്പം പ്രദേശത്ത് മൊത്തം ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് കൊയ്ത്ത് കഴിഞ്ഞ് മാർച്ച് കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം പാടത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ യാതൊരു പണിയില്ലാത്തൊരു പ്രദേശമായിരുന്നില്ല. ആളുകൾക്ക് ഒരു വലിയ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഇപ്പം ഈ 200 വള്ളമെന്ന് പറയുമ്പോൾ ഒരു 150 കുടുംബം നമുക്ക് വേണം കൂട്ടാം. ഒരു വീട്ടിൽ നിന്ന് 2 പേരൊക്കെയുള്ള ചില കുടുംബങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും കുടുംബങ്ങൾക്ക് പട്ടിണിയില്ലാതെ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. ഇന്നിവിടെ ഓരോ വീട്ടുകാരുകളുടെയും വരുമാന സ്രോതസ്സു കൂടിയാണ് ഈ വർണ്ണവസന്തം. പൂവിൽപ്പനയിലൂടെയും പാർക്കിംഗ് ഫീ ഈടാക്കിയും സ്ത്രീകളും വരുമാനം കണ്ടെത്തുന്നു. ഇത് ആമ്പലിൻ്റെ കളറുള്ള കുപ്പായമൊക്കെ ഇട്ടിട്ട് വൈസ് പ്രസിഡന്റ് കൂടെ വന്നിട്ടുണ്ട് തിരുവാർപ്പ് പഞ്ചായത്തിലെ. പഞ്ചായത്തിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് മലരിക്കലുള്ള സ്ത്രീകളുടെ ജീവിതത്തെ ഇതെങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? കാരണം ചേട്ടന്മാരൊക്കെ പറഞ്ഞു മികച്ച ജീവിത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, അവർക്ക് വരുമാനം ഉണ്ടാകുന്നുണ്ട്. അതേ വരുമാനം തന്നെ വീട്ടിലുള്ള സ്ത്രീകൾക്കും ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടോ ആമ്പൽ വസന്തം? തീർച്ചയായിട്ടും തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഈ ഞങ്ങളുടെ നാടായ മലരിക്കൽ ആമ്പൽ വസന്തം ഉണ്ടായതിൻ്റെ പേരിൽ തന്നെ സ്ത്രീകൾക്ക് വീട്ടിലെ ഗൃഹനാഥന്മാർ കൊണ്ടുവരുന്നത് കൊണ്ട് കഴിഞ്ഞുകൂടുന്നവരും ഒക്കെ ഉണ്ട്. എങ്കിലും കുടുംബശ്രീയുടെ ഇതിലൂടെ ഒത്തിരി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആമ്പൽ വസന്തം ഉണ്ടായതിന് ശേഷം അവർ ഇവിടേക്ക് കടന്നു വന്ന് അവരുടെ ചെറിയ, അതായത് വിഭവങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണമാകട്ടെ അതൊക്കെ ഉണ്ടാക്കി അവർ ചെറിയൊരു വരുമാനം അവരുടെ വീട്ടിലേക്ക് ഈ ഓണക്കാലത്ത് എത്തിക്കാൻ, അവരുടെ കുട്ടികൾക്കൊക്കെ ഉടുപ്പുകളും ഒക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ അവർക്ക് ഈ ആമ്പൽ വസന്തം കാര്യമായിട്ട്. ഓണം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ ഓണമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പറഞ്ഞ് പഴമക്കാരൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമൃദ്ധിയിലേക്ക് ഉള്ളൊരു കോൺട്രിബ്യൂഷൻ ആകുന്നുണ്ടല്ലേ മലരിക്കൽ വസന്തം? ഉണ്ട്, തീർച്ചയായിട്ടും മലരിക്കൽ വസന്തം അതിനൊരു വലിയ പങ്ക് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ആമ്പൽ സമൃദ്ധി പോലെ തന്നെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും ആമ്പൽ സമൃദ്ധി പോലെ തന്നെ ജീവിതത്തിലേക്കും കൊണ്ടുവരുന്നു. നമ്മളിപ്പോൾ രാവിലെ ഈ വന്നപ്പോൾ ഒരുപാട് മനുഷ്യർ, സ്ത്രീകളൊക്കെ
ഒരു കയ്യിൽ ഇങ്ങനെ നിറയെ പൂക്കളുമായിട്ട് ടൂറിസ്റ്റുകളുടെ പുറകെ നടക്കുക. അപ്പോൾ അവർക്ക് ഈ പൂക്കൾ വിറ്റിട്ട് വലിയൊരു വരുമാനം കിട്ടുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും അവർക്കും ഈ പൂക്കൾ വിറ്റിട്ട് നല്ലൊരു വരുമാനം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം 6 മാസത്തെ കൃഷി മാത്രമേ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് 6 മാസം നമുക്ക് ഈ പൂവുള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു. ഇതുള്ളതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും കൃഷിപ്പണി ഉള്ളതുകൊണ്ട് കൃഷിപ്പണിയാണ്, അത് ഇല്ലാതെ നമുക്ക് ഈ പൂ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഓണത്തെ കളറാക്കുന്നത് ഈ പൂവാണ്. ഓണത്തെ കളറാക്കുന്ന ഈ പൂവാണ്. രാവിലെ നമ്മൾ പോയി പൂ പറിച്ചുകൊണ്ട് ഇവിടെ സഞ്ചാരികൾക്ക് രാവിലെ 6 മണിക്ക് കൊടുക്കാൻ തുടങ്ങും. ആമ്പൽപ്പൂക്കളുടെ പശ്ചാത്തലത്തിൽ സൂര്യോദയവും സൂര്യാസ്തമനവും കാണാനാണ് സഞ്ചാരികൾ ഇപ്പോഴിവിടേക്ക് എത്തുന്നത്. വള്ളത്തിൽ ആമ്പൽക്കാടുകൾക്കിടയിലൂടെ പൂക്കളെ തൊട്ടു തലോടി നീങ്ങാം. മുട്ടറ്റം വരെ മാത്രം വെള്ളമുള്ള സ്ഥലങ്ങളിലൂടെ വേണമെങ്കിൽ നടന്ന് ആസ്വദിക്കാം. ആമ്പൽക്കാടുകൾക്കിടയിലൂടെ നടക്കുകയും ഫോട്ടോകൾ പകർത്തുന്നതിനുമാണ് തിരക്കേറെ. ആകാശത്തെ നീല നിറവും വെള്ളത്തിലെ പിങ്ക് നിറവും ചേരുമ്പോൾ വശ്യമായ സൗന്ദര്യം ഈ സ്ഥലത്തിന് ലഭിക്കുന്നു. ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്, മരട്. അവിടുന്ന് ഓണം പ്രമാണിച്ച് പൂക്കളൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മൾ റീൽസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് നമ്മൾ വന്ന് റീൽസിലൊക്കെ കണ്ടതിനെക്കാട്ടും എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. ഒരു 2 മണിക്കൂർ നമുക്ക് കായലിൽ തന്നെ സ്പെൻഡ് ചെയ്യാം. അതിൻ്റെ കൂടെ പൂക്കളുടെയൊക്കെ ഇടയിൽ നിന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ. ഓരോ വർഷം കഴിയുന്തോറും ജനത്തിരക്കേറുകയാണ് ആമ്പൽ വസന്തം കാണാൻ. വരും വർഷങ്ങളിലും സന്ദർശകർക്ക് കൂടുതൽ സൗകര്യത്തോടെ ആമ്പൽ വസന്തം ആസ്വദിക്കാൻ സർക്കാർ വഴിയൊരുക്കുന്നു. ഇതിനായി പുതിയ പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട്. അല്ലേട്ടാ, വറുതിക്കാലത്തിൻ്റെ ഒരു കഥ ഇവിടെ മലരിക്കൽക്കാർക്കും പറയാനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചരിത്രം പേറുന്ന മനുഷ്യന്മാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് അതിന് നല്ല മാറ്റം വന്നു. അതിൻ്റെ ഒരു സാധ്യതകളിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആ ഒരു ചിന്ത, ആ ഒരു തോട്ടം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? കർക്കിടക കരിവാവിൽ തെളിവുറ്റ ചിങ്ങപ്പുലരിയെ നമ്മൾ കിനാവ് കാണുന്നു. ഇതാണ് ഓണത്തെക്കുറിച്ചുള്ള മലയാളി സങ്കല്പം. ഈ നാട്ടിലിപ്പോൾ കർക്കിടകത്തിലാണ് ചിങ്ങപ്പുലരിയേക്കാൾ സമൃദ്ധമായൊരു കാലം ഉണ്ടായത്. ഇവിടുത്തെ കൃഷിക്കാർക്ക്, താമസക്കാർക്ക് 250ഓളം വള്ളങ്ങളിലൂടെ ദിവസേന സഞ്ചാരികളെ കൊണ്ടെത്തിക്കുന്ന മനുഷ്യർക്ക് ആമ്പലുകൾക്കിടയിലൂടെ വിനോദസഞ്ചാരികളെ കൊണ്ടുപോകാൻ പറ്റിയതോടുകൂടി ഇത്തവണ ഏതാണ്ട് 5 കോടി രൂപയുടെ വരുമാനം ഈ പ്രദേശത്ത് ലഭിക്കും ഈ 3 മാസത്തിനിടയിൽ. അതിലൊരു പങ്ക് കൃഷിക്കാർക്ക് ലഭിക്കുന്നു എന്നുള്ളത് മല്ലിക്കലിൻ്റെ മാത്രം മാതൃകയാണ്. അത് കുറച്ചുകൂടെ സുസ്ഥിരമാക്കാനുള്ള പരിശ്രമമാണ് മീനച്ചിലാർ, മീനന്തറിയാർ, കൊടുവാർ പുനർസംയോജന പദ്ധതി ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കൂടുതൽ മാറ്റങ്ങളാണ്. 2018 കണ്ട മലരിക്കലല്ല 2019, 2024ലേക്ക് 25ലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ കാഴ്ച വീണ്ടും മാറുകയാണ്. മുന്നോട്ട് ഈ മലരിക്കലിനെ കുറിച്ചും കൂടെ ജനകീയമാക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ളൊരു പദ്ധതികൾ നിങ്ങൾ ആസൂത്രണം. അതെ, ഈ മലരിക്കൽ ആമ്പൽപ്പാടത്തിന് ചുറ്റും റോഡുകൾ വരികയാണെങ്കിൽ വേമ്പനാട്ട് കായലോരത്ത് ഒരു 30 കിലോമീറ്റർ ഡ്രൈവ് ലഭിക്കുന്ന ഒരു സ്ഥലമായി മാറും. അത് ആമ്പൽ കാഴ്ചകൾക്കും ഒഴിവേകും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതി പൈപ്പ് ലൈനിലാണ്. അത് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അംഗീകാരം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലടെ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആളുകൾ പറയുന്നത് വേറൊരു കാര്യമുണ്ട്. ഒരു കാലത്ത് ഇങ്ങോട്ട് വാഹനങ്ങൾ വരത്തില്ല, ഒരു ഓണങ്ങറാമൂലയായിരുന്നു. പിന്നീട് ഇപ്പോൾ വഴിയായി, അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെട്ടു, നാട്ടിലാകെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു നാൾ വഴി? അല്ല, ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് അല്ലെങ്കിൽ യുവജന പ്രസ്ഥാന രംഗത്തെ കാലത്ത് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്ന് വന്ന് രാത്രിയിൽ മീറ്റിംഗ് കൂടി തിരിച്ചു പോയൊരു സ്ഥലമാണ്. മാത്രമല്ല, വ്യത്യസ്തങ്ങളായ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ മനുഷ്യർക്കിടയിൽ ഐക്യമുണ്ടായി, സന്തോഷമുണ്ടായി. ഈ നാട്ടിലേക്ക് ആളുകൾക്ക് കല്യാണം കഴിച്ചു വരാൻ മടിയായിരുന്നു. ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു പോകാനും ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം മാറി ഇപ്പം ലോകവിസ്മയമായ ഒരു നാട് മാറിയെന്ന ആളുകൾ സാക്ഷ്യം പറയുന്നുണ്ട്. അത് ആമ്പലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കളയാണ്.
അങ്ങനെ ഒരു പുൽക്കൊടിക്ക് പോലും വ്യക്തിത്വമുണ്ട് എന്ന് പറയുന്ന പോലെ കളയെന്ന് കരുതിയ ഒരു കാര്യത്തെ നമ്മൾ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റി, ടൂറിസം പ്രൊഡക്റ്റാക്കി മാറ്റി. അതാണ് മല്ലരിക്കലിൻ്റെ വിസ്മയം. ഈ റോഡ് എങ്ങനെയാണ് ഈ BMC നിലവാരത്തിൽ എത്ര കിലോമീറ്റർ? ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ മനോഹരമാക്കാൻ അതെ, അതിൻ്റെ ഒരു വാക്ക് വേ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വലിയ വീട്ടിൽ അമ്പലം വരെയുള്ള റോഡ്, ഈ 2 പാടങ്ങളുടെ ചുറ്റുമുള്ള റോഡ്, ഇതൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒന്നിൽ തുടങ്ങി 250ഓളം മോട്ടോർ വള്ളങ്ങളാണ് ഇവിടെ സഞ്ചാരികൾക്കായി സർവീസ് നടത്തുന്നത്. 1 മണിക്കൂറിന് 1000 രൂപയാണ് സർവീസ് ചാർജ്. ഓരോ വർഷം കൂടുന്തോറും മലരിക്കൽ മാറുകയാണ്. ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ, മലരിക്കൽ പ്രദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ, അതായത് കൊയ്ത്തിൻ്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഫുൾ വെള്ളം കയറി കിടക്കുക. ആ ടൈമിങ്ങിലൊന്നും കൂടിയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഞങ്ങൾക്കൊന്നും തൊഴിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ 2018 മുതൽ ഈ ആമ്പൽ ഫെസ്റ്റ് തുടങ്ങിയ അന്ന് മുതൽ ഇപ്പം എല്ലാവരുടെയും വീടുകളിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ഞാനൊക്കെ ഇതിലെ വള്ളത്തേലും ബോട്ടിലും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഫോട്ടോ ഷൂട്ടിംഗ് ഉണ്ട്, ആൾക്കാർ വന്നെടുക്കുന്നുണ്ട്, കല്യാണ ആൽബങ്ങൾ പിടിക്കാൻ ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കാറുണ്ട്. ഈ 2018 ആമ്പൽ വസന്തം ഉണ്ടാകുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഒരു ഓണക്കാലവും ഈ ആമ്പൽ വസന്തം ഉണ്ടായതിനു ശേഷമുള്ള നിങ്ങളുടെ ഒരു ഓണക്കാലവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എങ്ങനെയാണ്? കാരണം ഓണം എന്നാൽ കാണാൻ പറ്റും, ഓണം ഉണ്ണണമെന്നാണല്ലോ ഒരു പ്രമാണമുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ 18 മുമ്പ് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് കൂലിവേലയൊക്കെ ചെയ്തൊക്കെയാണ് ഓണം ഉണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ അവസ്ഥയല്ല. ഇപ്പോൾ ഒരു വള്ളത്തെ കയറി ജസ്റ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലെ തന്നെ നടക്കുന്നതിൽ ഒരാൾക്ക് 100 രൂപയാണ്. അത് കായലിലേക്ക് പോയി കഴിഞ്ഞാൽ 1000 രൂപ ഒരു ബോട്ട്, 4-5 പേര് വീതം പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു 3 ട്രിപ്പ് 4 ട്രിപ്പ് ഒരു ദിവസം കിട്ടും. കാരണം നമ്മൾ കൂലിവേലയ്ക്ക് പോയി കഴിഞ്ഞാൽ കാരണം രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ കയറുമ്പോൾ 1000 രൂപ കിട്ടില്ല. ആ സ്ഥാനത്ത് 2 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് 1000 രൂപ കിട്ടും. ഓരോ കാലത്തും ഓരോ ഭാവമാണ് മലരിക്കലിന്. ആ മനോഹാരിത ഓരോ കാലത്തും അത് അതേപോലെ നിലനിർത്താൻ മലരിക്കൽക്കാർ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് മലരിക്കൽക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെയാണ് മനോഹാരിത നിറഞ്ഞ ദൃശ്യങ്ങൾ. പ്രഭാതത്തിലായാലും സായാഹ്നത്തിലെ കാഴ്ചയും മലരിക്കൽ വ്യത്യസ്തമാണ്. പ്രഭാതത്തിൽ കാണുന്നതിനേക്കാൾ മനോഹരമാണോ സായാഹ്നത്തിലെ കാഴ്ചകൾ, അല്ലെങ്കിൽ സായാഹ്നത്തിലെ കാഴ്ചകളാണോ കൂടുതൽ സുന്ദരം അല്ലെങ്കിൽ മനോഹരം എന്ന് പറയാൻ പറ്റാത്തത്രയും മനോഹരമാണ് വൈകിട്ടത്തെ മലരിക്കൽ കാഴ്ചകൾ. തീർച്ചയായിട്ടും ബിനിഷ, ഈ ഓണക്കാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഓണക്കാലത്ത് പ്രഭാതത്തിൽ പൂക്കൾ കൊണ്ട് നിറഞ്ഞ ആമ്പൽപ്പാടങ്ങൾ, പിങ്ക് നിറങ്ങൾ ഇങ്ങനെ നോക്കത്താത്ത ദൂരത്ത് നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ ഓണനാളിൽ മലരിക്കൽ സമ്മാനിക്കുന്ന പ്രഭാതത്തിലെ കാഴ്ച. വൈകുന്നേരമായി കഴിയുമ്പോൾ അത് മറ്റൊരു തരത്തിലാണ്. ആ പൂവുകളൊക്കെ കൂമ്പി അടഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ചന്ദ്രൻ്റെ വെട്ടമേറ്റ് വിരിയുന്ന ആമ്പൽപ്പൂക്കൾ സൂര്യൻ്റെ വെട്ടമേറ്റ് കൂമ്പി വാടുമ്പോഴും അതിനൊരു മനോഹാരിതയുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്. ആ സൂര്യൻ്റെ ചുവപ്പ് രശ്മികൾ ഈ പാടത്തേക്ക് അടിക്കുമ്പോൾ അത് കാണുന്ന കാഴ്ചക്കാർക്ക് നൽകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അസ്തമയ സൂര്യൻ നൽകുന്ന ഈ കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രഭാതവും സായം സന്ധ്യയുമെല്ലാം ഈ നാട്ടുകാരെ സംബന്ധിച്ചും ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചും വലിയ മനോഹാരിത തന്നെയാണ് സമ്മാനിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഈ നാട്ടുകാർക്ക് ഓണം നേരത്തെ എത്തിയപ്പോൾ ഏകദേശം 5 കോടിയുടെ വരുമാനമാണ് ഇത്തവണ മലരിക്കലുകാർക്ക് ആമ്പൽ വസന്തം നൽകിയത്. മലരിക്കൽ ആമ്പൽ വസന്തം എന്ന് പറയുന്നത് ലോകത്ത് ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ്. ഈ ടൂറിസം കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടുണ്ടാകുന്ന വരുമാനം മുഴുവൻ പ്രാദേശികമായി വീതിക്കപ്പെടുന്നുള്ളതാണ്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഏറ്റവും ഉയർന്ന മാതൃകയായി മലരിക്കലെ ടൂറിസം പ്രവർത്തനങ്ങളെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 200-280ഓളം വള്ളങ്ങളാണ് ഇവിടെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി. ഇതെല്ലാം ഇവിടുത്തെ പ്രദേശവാസികളുടെയാണ്. അത് വന്നിട്ടുള്ള ഈ ഓണക്കാലത്ത് വരുന്ന ഒരു വലിയ മാറ്റം. അതിൻ്റെ ഭാഗമായി തന്നെ ഗവൺമെൻറ്റും ഇപ്പോൾ ഈ കാണുന്ന റോഡ് 5 കോടി രൂപ മുടക്കി ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് പുനർനിർമ്മിച്ച റോഡാണ്. ഇവിടുത്തെ പ്രാദേശിക വികസനം വരുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നത്.
ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ 2018 ഈ പദ്ധതി തുടങ്ങി. മീനച്ചിലാർ, മീനന്തിലാർ, കൊടൂരാർ പുനഃസംയോജന പദ്ധതിയുടെ കുറേ ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തകർ വന്ന്. അതിനു മുമ്പ് ഇവിടെ ആമ്പലുണ്ടായിരുന്നു. പക്ഷേ ആമ്പലിനെ ഒരു ടൂറിസം പ്രോഡക്റ്റാക്കി മാറ്റാൻ കഴിയുമെന്നാണ് തെളിയിക്കാൻ കഴിഞ്ഞത്. ആമ്പൽ വസന്തം കഴിഞ്ഞാൽ ഇനി ഇവിടുത്തുകാർ നെൽകൃഷിയിലേക്ക് തിരിയും. തനത് കാർഷിക ഗ്രാമമായ മലരിക്കൽ അപ്പോൾ പച്ചപ്പട്ടണിയും. വിനിഷ, മലരിക്കലുകാർക്ക് മനോഹരമായ ഓണക്കാലം സമ്മാനിച്ച് ഈ പിങ്ക് വസന്തം ഇനി മായുകയാണ്. ഇനി കാർഷിക സമൃദ്ധിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ പാടശേഖരം. അപ്പോൾ ഓരോ കാലത്തും ഓരോ ഭാവമാണ് ആ മലരിക്കലിന്. ഇവിടെ ഓണം വൈബാണ്, സെറ്റാണ്, കളറാണ്. അപ്പോൾ കൈരളി ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.